സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടവും ആദരവും നമ്മൾക്ക് അള്ളാഹുവിനോടാണ്. ആ അള്ളാഹു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഒരുപാട് ഉത്തരങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായേക്കാം. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളുണ്ട്. നമ്മൾക്കൊരുപാട് കാലത്തിന് ശേഷമാണ് മക്കളുണ്ടായതെങ്കിൽ ആ കുട്ടിയടക്കം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കടങ്ങളിൽ നിന്ന് കടങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിജയിച്ചു വന്ന് നമ്മൾ നേടിയെടുത്ത സമ്പത്തും നീതിയോടുകൂടി പടവെട്ടിയെടുത്ത നമ്മൾക്കുള്ള സമ്പത്തുമൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. എന്നാൽ അള്ളാഹു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മാതാപിതാക്കളും കുടുംബത്തെക്കാളുമൊക്കെ അപ്പുറം നമ്മൾക്ക് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇഷ്ടപ്പെടേണ്ടത്, ആദരവ് ആദരിക്കപ്പെടേണ്ടത്, പരിഗണന പരിഗണിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുന്നത്? അതിനു കാരണം അത്രയും സവിശേഷതയും പവിത്രതയുമാണ് പ്രവാചകനെക്കുറിച്ച് അല്ലാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നൂറുകണക്കിന് സവിശേഷതകൾ പ്രവാചകനുമായി പറഞ്ഞതിൽ നിന്ന് വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും ഒന്നാമത്തേത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ പ്രവാചകനാണ് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ ഈ ദുനിയാവിലേക്ക് അയച്ചപ്പോ ഓരോ പ്രവാചകനും നിശ്ചിതമായൊരു കാലയളവ് അല്ലാഹു നിശ്ചയിച്ചു. ഓരോ ജനവിഭാഗത്തെയും അല്ലാഹു കൊടുത്തു. അവർക്ക് ദഅവത്ത് എത്തിക്കുക എന്നതാണ് ആ പ്രവാചകന്റെ ദൗത്യം. അതിനെക്കുറിച്ചാണ് ആ പ്രവാചകന്മാരോട് അല്ലാഹു പരലോകത്ത് ചോദിക്കുക. നൂഹ് നബിക്കൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തെക്കുറിച്ച് മാത്രമാണ് നൂഹ് നബിയോട് ചോദിക്കുക. നൂഹ് നബിയുടെ മരണം വരെ ഉള്ളൂ അത്. ഓരോ പ്രവാചകന്മാർക്കും അവരുടെ മരണം വരെയാണ് അല്ലാഹു പ്രബോധന പ്രവർത്തനമായി നിശ്ചയിച്ചത്. അവർക്കുള്ള പ്രവാചകന്മാരാണ് അവരെല്ലാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിശ്ചിത കാലയളവ് വരെയുള്ള ജനവിഭാഗത്തിനുള്ളതല്ല. കാഫത്തൽ ലിന്നാസ്, അന്ത്യനാള് വരെയുള്ള ജനവിഭാഗത്തിനുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാൾ വരെയുള്ളവർക്കുള്ള പ്രവാചകനാണ്, ഒരു നിശ്ചിത കാലയളവല്ല. ആ മനുഷ്യരിൽ ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ജനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് അന സയ്യിദു വുലിദ ആദം യൗമൽ ഖിയാമ. അള്ളാഹു എനിക്ക് നൽകിയ പദവി പ്രവാചകൻ പഠിപ്പിക്കാൻ, നാളെ പരലോകത്ത് ആദമിന്റെ മക്കളിലെ നേതാവായി അള്ളാഹു എന്നെയാണ് തെരഞ്ഞെടുത്തത്. ഇമാമായി, സയ്യിദായി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവായി അള്ളാഹു തെരഞ്ഞെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പ്രവാചകന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനൊരു പ്രയോഗം കാണാം. വഖദ് ഇത്തഫഖൽ മുസ്ലിമൂൻ, മുസ്ലിം ലോകത്തിന് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ലമു ഖൽഖി ജാഹൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി പ്രവാചകനാണ്. ലാ ജാഹ ലി മഖ്ലൂഖിൻ അഅ്ലമു മിൻ ജാഹിഹി, പ്രവാചകന്റെ അത്ര ശ്രേഷ്ഠതയുള്ള ഒരാളും അള്ളാഹുവിന്റെ പക്കൽ മറ്റൊരാളുമില്ല എന്നതാണ്. ഇതാണ് പ്രവാചകനെ കുറിച്ച് ആദ്യമായി പ്രധാനമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്. കോടിക്കണക്കിന് സസ്യലതാദികൾ, ജന്തു മൃഗങ്ങൾ, ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത അള്ളാഹു മനുഷ്യന് നൽകി. വലഖദ് കർറംനാ ബനി ആദം, ജന്തുജാലങ്ങളെക്കാളും സസ്യലതാദികളെക്കാളും ശ്രേഷ്ഠത മനുഷ്യൻ അള്ളാഹു നൽകി. ഇനി ആ മനുഷ്യരിൽ ആരാണ് ശ്രേഷ്ഠർ? അൽ അംബിയ,
സുമ്മല്ലദീന മഅഹും. ആരാണ് മനുഷ്യരിൽ ശ്രേഷ്ഠർ? അത് അമ്പിയാക്കന്മാരാണ്. പിന്നെയോ സുമ്മൽ അംസാൽ സുമ്മൽ അംസാൽ, ആ അമ്പിയാക്കന്മാരുടെ താവഴിയാണ്. ശരി, ആ അമ്പിയാക്കന്മാരിൽ ആരാണ് ശ്രേഷ്ഠർ? അവരാണ് ഉലിൽ അസ്മിലെ പ്രവാചകന്മാർ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ഉലിൽ അസ്മിൽപ്പെട്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇസ്ലാമികമായി പ്രവാചകൻ പറഞ്ഞ വാക്ക്, അള്ളാഹു പറഞ്ഞ വാക്ക്, വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ. പ്രവാചകരെ, അള്ളാഹു ബാക്കിയുള്ള എല്ലാവരെക്കാളും കൂടുതൽ ശ്രേഷ്ഠത, അമ്പിയാക്കന്മാരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത, ലോകത്തുള്ള മുഴുവൻ ജിന്ന് വർഗത്തെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത പ്രവാചകരെ അള്ളാഹു താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിൽ. നമ്മൾക്ക് വായിച്ചാൽ എന്തിനാണ് അള്ളാഹു ഇത് നമ്മൾക്ക് പറഞ്ഞു തന്നത് എന്ന് തോന്നിപ്പിക്കുമാറ് അത്ഭുതകരമായ വാക്കാണ്. അത് ഇപ്രകാരമാണ്: അള്ളാഹു ലോകത്തുള്ള മറ്റുള്ള പ്രവാചകനല്ലാത്ത മുഴുവൻ അമ്പിയാക്കന്മാരെയും അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. അവരോട് അള്ളാഹു നടത്തുന്ന, അവരിൽ നിന്ന് വാങ്ങുന്ന കരാറാണ്. ആ കരാർ ഇതാണ്: അള്ളാഹു മുമ്പുള്ള മുഴുവൻ നബിമാർക്കും അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്, അവർക്കൊരു നിർദ്ദേശമാണ്. എന്താണ്? ലമ്മാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, ഞാനിതാ ഇന്ന് നിങ്ങൾക്ക് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശവും നൽകിയിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരെയും വിളിച്ചല്ല പറയാൻ, നിങ്ങൾക്ക് ഞാൻ വേദഗ്രന്ഥം നൽകി, ഇസ്ലാം എന്ന ഹിക്മത്തും നൽകി. ഇനി അടുത്ത വാക്കാണ് സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅക്കും. ഇനി നിങ്ങൾക്ക് ശേഷം സത്യസന്ധനായ ഒരു പ്രവാചകൻ വരും, അഥവാ മുഹമ്മദ് നബി വരും. അങ്ങനെ വന്നാൽ, അള്ളാഹുവിന്റെ വാക്കാട്ടോ, അമ്പിയാക്കന്മാരുള്ള വാക്കാണ്. നിങ്ങൾ ജീവിച്ചിരിക്കെ, നിങ്ങൾ തൗറാത്തുമായി ഇഞ്ചീലുമായി സബൂറുമായി ജീവിച്ചിരിക്കെ, നിങ്ങൾ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കെ നിങ്ങളിലേക്കാണ് മുഹമ്മദ് നബി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 കാര്യമാണ് ചെയ്യാനുള്ളത്. ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ അതോടുകൂടി ആ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം. വലതൻസുറുന്നഹു, പിന്നീട് മുഹമ്മദ് നബിയെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഉൾപ്പെടേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള പ്രവാചകൻ നബിയായിരിക്കും, നബിയെ പിൻപറ്റലായിരിക്കും ബാക്കിയുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെയും ജോലി. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ സവിശേഷത പ്രവാചകന് മറ്റെന്താണ് ലഭിക്കാനുള്ളത്? അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് എന്നത് 1-ാമത്തെ സവിശേഷതയായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? നമ്മൾക്കറിയാം, റസൂലുള്ളാഹിയാണ്. ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ വിവാഹം, പ്രവാചകന്റെ സാമ്പത്തികം, പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ രഹസ്യവും പരസ്യവും അങ്ങാടികളിലും കവലകളിലും ആളുകൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അത്ഭുതം എന്തെന്നറിയുമോ സഹോദരങ്ങളെ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന വ്യക്തി ആരാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നും പിൻപറ്റുന്ന വ്യക്തി ആരാണ്? അതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് അല്ലാഹു നൽകിയ സവിശേഷതയാണ്. ഏത് സവിശേഷത? വറഫഅനാ ലക ദിക്റക്. പ്രവാചകരെ, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും താങ്കളുടെ കീർത്തനം, താങ്കളുടെ പ്രകീർത്തി ഉയർന്നുകൊണ്ടേയിരിക്കും. നോക്കൂ നിങ്ങൾ, ഓരോ സുബഹിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ആളുകൾ പള്ളിയിലേക്ക് പോകുന്ന ആരെ പിൻപറ്റിയിട്ടാണ്? നമ്മൾ കാണാത്ത നബിയെ. നമ്മുടെ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് ആരെ പിൻപറ്റിയിട്ടാണ്? റസൂലുള്ളാഹിയുടെ വാക്ക് പിൻപറ്റിയിട്ടാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് കണിശത ഏർപ്പെടുത്തുന്നത് ആരെ പിൻപറ്റിയിട്ടാണ്? റസൂലുള്ളാഹിയെ പിൻപറ്റിയിട്ടാണ്. നിക്കാഹിന്റെ ചടങ്ങുകൾ, ജനിക്കുന്ന ചടങ്ങുകൾ, ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നബി എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ച് അനുസരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ഈ ദുനിയാവിൽ ജീവിക്കുന്നു. അവർക്കിടയിൽ എത്ര ആരോപണം വന്നാലും അള്ളാഹുവിന്റെ വാക്ക് വറഫഅനാ ലക ദിക്റക്. നോക്കൂ നിങ്ങൾ, ഓരോ വിഷയം വരുമ്പോഴും, വഖഫ് വരുമ്പോൾ,
പ്രവാചകന്റെ വാക്കാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നടിമാരുടെ വിഷയം വരുമ്പോൾ പ്രവാചകന്റെ വാക്കാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതാ ഏതെങ്കിലും കള്ളക്കടത്തിന് വേണ്ടി എയർപോർട്ടുകൾ അതിന്റെ ഇടിമുറിയാക്കി എന്ന് പറയുമ്പോഴും അവിടെയും പറയാനുള്ളത് പ്രവാചകന്റെ വാക്കുകളാണ്. എന്തൊക്കെ ജിഹാദ് വന്നാലും അവിടെയും അങ്ങാടിയിൽ കേൾക്കുന്നത് പ്രവാചകന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. പ്രവാചകരെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താങ്കളുടെ കീർത്തനം, താങ്കളുടെ പ്രകീർത്തി ഉയർത്തിക്കൊണ്ടേയിരിക്കും അല്ലാഹു. ഒരു മുസ്ലിം ജനിക്കുന്നത് മുതൽ ആ പ്രവാചകന്റെ വാഴ്ത്തുകൾ കേട്ടുകൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിമായ കുട്ടി ജനിച്ചാൽ അവൻ ആദ്യമായി കേൾക്കുന്നത് ബാങ്കൊലിയാണ്, പ്രവാചകന്റെ വാക്ക് കേട്ടിട്ടാണ്. അതിൽ ബാങ്കിൽ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ടാണ് ഒരു മുസ്ലിമായ കുട്ടി, ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മുഴുവനും ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, ദിക്റിലൂടെ, ഖുർആനിലൂടെ, സമ്മേളനങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, ഇങ്ങോട്ടുള്ള വിമർശനങ്ങളിലൂടെ, പോസ്റ്ററുകളിലൂടെ, വഅലുകളിലൂടെ, ഖുത്ബകളിലൂടെ, ഓരോ ദിവസവും കഅബാലയത്തിൽ നടക്കുന്ന, ഓരോ സെക്കൻഡും നടക്കുന്ന തവാഫിലൂടെ പ്രവാചകനെ അള്ളാഹു പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കാൻ. ഇങ്ങനെ ലോകത്തൊരു വ്യക്തിയില്ല. അതുകൊണ്ടാ പ്രവാചകൻ ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വരുന്നത്. നബിനെ പോലെ, നബി മുടി വെട്ടിയ പോലെ ഞങ്ങൾ വെട്ടു എന്ന് പറയുന്ന ഒരു സമുദായം മുസ്ലിം സമുദായമുള്ളൂ. അങ്ങനെ ഒരു നേതാവ് നബിയുള്ളൂ. നബി കൈകൊടുത്ത പോലെ ഞങ്ങൾ കൈകൊടുക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരൊറ്റ സമുദായം മുസ്ലിം സമുദായമുള്ളൂ. അങ്ങനെ പിൻപറ്റപ്പെടുന്ന ഒരേ ഒരു വ്യക്തി അഷ്റഫുൽ ഖൽഖ് മാത്രമാണ്. അതുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞെന്നറിയോ? വിശ്വാസികളായ നമ്മൾ പറയാൻ, ഇന്നല്ലാഹ, സ്വലാത്തുമായി ബന്ധപ്പെട്ട് അത്ഭുതമാണ് ഈ ആയത്ത്. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും മലക്കുകളും പ്രവാചകന്റെ മേൽ കരുണ ചൊരിയുന്നു. അല്ലാഹു പ്രവാചകന് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മലക്കുകൾ പ്രവാചകന് അനുഗ്രഹത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അതുകൊണ്ട് വിശ്വാസികളെ, അല്ലാഹു പ്രവാചകന് ചെയ്തു കൊടുക്കുന്നത് പോലെ, മലക്കുകൾ പ്രവാചകന് ചെയ്തു കൊടുക്കുന്നത് പോലെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ നമ്മളും സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നമ്മളും പ്രവാചകന്റെ മേൽ സ്വലാത്തു ചൊല്ലണം. കാരണം അല്ലാഹു പ്രവാചകന് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മലക്കുകൾ പ്രവാചകൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞാൽ അതുപോലെ നിർവഹിക്കേണ്ടവരാണ് നമ്മൾ. ഇത് അല്ലാഹു കൊടുക്കുന്ന ശ്രേഷ്ഠതയാണ്, പടച്ചോൻ കൊടുക്കുന്ന ശ്രേഷ്ഠതയാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ബാക്കി ഏത് നബിമാരെയും അല്ലാഹു പേരെടുത്തുകൊണ്ട് ആദരിച്ചിട്ടാണെങ്കിലും പേരെടുത്തുകൊണ്ടാണ് അല്ലാഹു വിളിക്കുന്നത്. യാ മൂസ, യാ ഈസ, യാ ദാവൂദ്, യാ ഇബ്രാഹിം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഡസൻ കണക്കിന് ആയത്തുകൾ ഇതുപോലെ കാണാം. എന്നാൽ അല്ലാഹു യാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല. മറിച്ച് അവിടെ അല്ലാഹു യാ അയ്യുഹൽ മുസമ്മിൽ, എന്തേ അവിടെ അല്ലാഹു മുഹമ്മദേ എന്ന് പറഞ്ഞുകൂടെ? യാ അയ്യുഹൽ മുദ്ദസ്സിർ, മുഹമ്മദേ എന്ന് അല്ലാഹു വിളിക്കാം. അല്ലാഹു വിളിച്ചില്ല. യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനായി, അല്ലാഹുവിന്റെ റസൂലായി പേരുകൊണ്ട് പോലും നേർക്ക് നേരെ വിളിച്ചില്ല അല്ലാഹ്. അത്രയും സവിശേഷതയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ചിട്ട് ചെറിയൊരു വിഷയത്തിന് സഹാബാക്കൾ തമ്മിൽ സ്വാഭാവികമായി ന്യായമായ മതപരമായ ചെറിയൊരു തർക്കമുണ്ടായി. അല്ലാഹ് ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുമ്പോൾ ശബ്ദം ഉയരുന്നത് പോലെ നബിന്റെ മുന്നിൽ നിന്ന് ശബ്ദം ഉയരാൻ പാടില്ല. പ്രവാചകന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ സാധാരണ സംസാരിക്കുന്ന പോലെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. ആദരവും ബഹുമാനവും ഉണ്ടാകണം. ചില പണ്ഡിതന്മാരെ ഇപ്പോഴും മദീനത്തെ പള്ളിയിൽ ആ ആയത്ത് പ്രകാരമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിറങ്ങിയ സ്ഥലമായതുകൊണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു പേരെടുത്ത് വിളിക്കാത്ത പ്രവാചകനാണ്, അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ ചേർത്ത് വിളിച്ച പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അല്ലാഹു ഈ ദുനിയാവിൽ മാത്രമല്ല, നമ്മുടെ മരണശേഷം നമ്മൾ മരിച്ചു, നമ്മളെ മണ്ണോട് മണ്ണ് ചേർന്നു, ഖബറിലേക്ക് ഇറക്കി വെച്ചു. ഖബറിന്റെ രക്ഷശിക്ഷകൾ നമ്മുടെ ഈമാനിനനുസരിച്ച് അതിശക്തമായ ശിക്ഷയോ
സ്വർഗത്തിലേക്കുള്ളൊരു കവാടമോ നമ്മൾ അനുഭവിച്ച് ജീവിക്കാൻ. അവസാനം അന്ത്യനാളിന്റെ വിളിയാളമുണ്ടാകുന്നു. ഖുർആനിന്റെ വാക്ക് വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. നമ്മളടക്കം മുഴുവനും ഖബറിൽ കിടക്കുന്ന മുഴുവൻ മനുഷ്യരും അല്ലാഹുവിങ്കലേക്ക് വെപ്രാളപ്പെട്ട് ധൃതിപ്പെട്ട് ഓടിപ്പോകും. ആ ഓടിപ്പോകുന്നതിനെ കുറിച്ച് ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർറഹ്മാൻ വസദഖൽ മുർസലൂൻ. ഖബറിൽ എഴുന്നേറ്റ് ഓടുന്നോലെ, പടച്ചോനെ അന്ത്യനാള് സത്യാണില്ലേ, ഖബർ ജീവിതം സത്യാണില്ലേ. ഞങ്ങൾ ദീനിയായിട്ട് ഖതീമാരും ആയത്തും ഹദീസും കേട്ടപ്പോ അങ്ങാടിത്തെ ചിലരെന്ന് പറഞ്ഞു, എടാ അങ്ങനെയൊന്നും ഇല്ലടാ, അതൊക്കെ ഞെട്ടിക്കാൻ വേണ്ടി പിരിവിട്ടാൻ വേണ്ടി നമ്മളെ നരകം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ഓല് പറയാനടാ, രാഷ്ട്രീയം പോലെ മറ്റൊരു ഏരിയാണടാ, മതവും ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു ആയത്തോതാനടാ. അങ്ങനെ ഖബറും പരലോകമൊക്കെ ഉണ്ടെങ്കിൽ ഈ മലേഷ്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിമാനത്തിലുള്ള ആൾക്കാര് ഏത് ഖബർ ജീവിതമാണടാ അനുഭവിക്കുന്നത്? ഈ നാട്ടിൽ നിന്ന് ബോഡി പോലും കിട്ടാത്തവർ ഏത് ഖബർ ജീവിതമാണ് അനുഭവിക്കുന്നത് എന്ന് ബുദ്ധിപരമാണ് എന്നാലോചിക്കുന്ന വിഡ്ഢിത്തം ചോദിച്ച ആളുകൾ അള്ളാഹിനോട് പറയാൻ, സ്വന്തം പറയാൻ, പടച്ചോനെ അള്ളയും റസൂലും പറഞ്ഞത് ശരിയായല്ലോ, പരലോകമുണ്ടല്ലോ, വിചാരണയുണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ, നരകമുണ്ടല്ലോ, നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ജീവിതത്തിൽ സംശുദ്ധിപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഖബറിൽ നിന്ന് നെട്ടോട്ടമോടുന്ന ആ സന്ദർഭത്തെ മുൻനിർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവ്വലു മൻ യൻഷഖു അൻഹു അൽ ഖബർ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഖബറിലായതിനു ശേഷം ഖബറിൽ നിന്ന് ആദ്യമായി അള്ളാഹു ഉയർത്തുക നമ്മുടെ നബിയെ ആയിരിക്കും. ഖബറിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. വിചാരണയ്ക്ക് വിധേയമാക്കി നരകത്തിന്റെ 2 ഭാഗങ്ങളിലേക്കായി സിറാത്ത് വയ്ക്കുന്നു. ഹദീസിൽ കാണാം, വയദ്രിബു സിറാത്ത് ബൈന ളഹ്റൈ അൽ ജഹന്നം. നരകത്തിന്റെ 2 പാർശ്വങ്ങളിലായിട്ടാണ് സിറാത്ത് പാലം അല്ലാഹു വെക്കുക. എന്നിട്ട് അല്ലാഹു അവനവൻ ഓരോരുത്തരും ചെയ്ത പുണ്യങ്ങൾക്കനുസരിച്ച് പ്രകാശം നൽകുന്നു. ചിലർ നടന്നു പോകുന്നതിനിടയിൽ താഴേക്ക് നരകത്തിലേക്ക് വീഴുന്നു. അമലുകൾ കുറഞ്ഞ ആളുകൾ വേച്ച് വേച്ച് കടന്നു പോകുന്നു. അമല സ്വാലിഹാത്തുകളും ജീവിതത്തിന്റെ പുണ്യങ്ങളും ചെയ്തവർ ഇടിവാളിന്റെ വേഗതയിൽ, പ്രകാശത്തിന്റെ വേഗതയിൽ മുറിച്ചു കടക്കുന്നു. അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മൻ യുജീസ്, ആദ്യമായി സിറാത്ത് പാലം മുറിച്ചു കടക്കുന്ന വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. ആദ്യമായി സിറാത്ത് പാലം മുറിച്ചു കടക്കുന്ന സമൂഹം വ ഉമ്മത്തി, അൽഹംദുലില്ലാ, നമ്മളായിരിക്കും. അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞത് മരണത്തിന് ശേഷമുള്ള ഖബറിലും വിചാരണ രംഗത്തും സിറാത്തിന്റെ രംഗത്തും പ്രവാചകന് അള്ളാഹു നൽകിയ ശ്രേഷ്ഠതയാണ്. അന്ത്യനാൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഖബർ മുതൽ അനുഭവിക്കുക. അതിനുശേഷം കോടിക്കണക്കിന് മനുഷ്യരെ വിചാരണയ്ക്ക് വേണ്ടി ഒരേ സ്ഥലത്ത് മൈതാനത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടും. അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യർ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സമയം നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ വിചാരണ തുടങ്ങുന്നതിന് വേണ്ടിയാണ് അവിടെയുള്ള മുഴുവൻ മനുഷ്യരും മുൻപുള്ള മുഴുവൻ അമ്പിയാക്കന്മാരുടെയും മുന്നിലേക്ക് പോകുന്നത്. ഹദീസുകളിൽ കാണുന്നത് മനുഷ്യന്മാർ അസ്വസ്ഥനാകും. പടച്ചോനെ എന്താ സംഭവിക്കാന്നറിയില്ല. വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ഗ്രന്ഥം ലഭിക്കാന്നറിയില്ല. ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ, നരകത്തിലേക്ക് പോകേണ്ടി വരുമോ സ്വർഗത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നറിയില്ല. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണേണ്ടി വരുമോ, നരകത്തിന്റെ തീജ്വാലകളിൽ കിടന്ന് നിലവിളിക്കേണ്ടി വരുമോ എന്നറിയാതെ അസ്വസ്ഥനായി നിൽക്കുമ്പോ വിചാരണ കഴിഞ്ഞാലേ ഇതറിയുള്ളൂ. മനുഷ്യന്മാര് ആദ്യത്തെ നബിയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ നൂഹ് നബി മുതൽ താഴേക്ക് ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോയി വിചാരണക്ക് തുടങ്ങാൻ വേണ്ടി അവരോട് യാചിക്കുന്ന രംഗം ഹദീസുകളിൽ കാണാം. മനോഹരമാണ്, സുദീർഘമായ ഹദീസാണ്. ഫയഅതൂന ആദം ഫയഖൂലു ലഹു ഇശ്ഫഅ ലിദുർരിയതിക്. ആദം നബിയോട് നമ്മൾ പോയി പറയും, ബാപ്പാ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പടച്ചോണ്ടെന്ന് ശുപാർശ പറയൂ. എന്തിനറിയോ? വിചാരണ തുടങ്ങാൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് പറയുന്ന വാക്കുണ്ട്, ലസ്തു ലഹാ, എന്നെക്കൊണ്ട് കഴിയൂലടാ, എന്നെക്കൊണ്ട് കഴിയില്ല, എന്റെ വിഷയം അല്ല എന്താക്കി എന്ന് എനിക്കറിയില്ല. കഴിക്കണ്ട എന്ന് പറഞ്ഞത് കഴിച്ചത് പടച്ചോൻ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. സഹോദരങ്ങളെ, ഓരോ നബിമാരുടെ അടുക്കലേക്ക് പോകുമ്പോഴും ഹദീസിൽ കാണാം, നമ്മൾ പറയും
ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് അൻത ഖലീലുല്ലാഹ്, ഇബ്രാഹിം താങ്കൾ ഖലീലുള്ളയല്ലേ? മൂസ അൻത കലീമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വചനമല്ലേ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് നമ്മൾ പറയാൻ അൻത റൂഹുല്ലാഹ് വ കലാം, അള്ളാഹുവിന്റെ റൂഹല്ലേ, റൂഹുള്ളയല്ലേ? നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ? ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ ഭയചകിതനായി നിൽക്കുമ്പോഴാണ് അവസാനമായി നമ്മൾ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കും, സുദീർഘമായി സുജൂദിൽ കിടക്കും, പ്രാർത്ഥനകൾ ഉരുവിടും. ആ പ്രാർത്ഥനയുടെ അവസാനം യാ മുഹമ്മദ്, അള്ളാഹുവിന്റെ വിളിയാളമുണ്ടാകും. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയാണ് അല്ലാഹു വിളിക്കുന്നത്. യാ മുഹമ്മദ് ഇർഫഅ റഅസക്, തല ഉയർത്തിക്കോ, പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വഖുൽ യസ്മഅ, നീ പറയൂ ഞാൻ കേൾക്കാം. ലക്, നീ എന്താണോ എന്നോട് പറയുന്നത് അത് കേൾക്കാനും. വസ്അൽ തുഅതി, ഞാൻ നീ ചോദിക്കും നൽകാനുമുണ്ട്. വശ്ഫഅ തശഫഅ, നീ എന്തെങ്കിലും ശുപാർശ പറഞ്ഞാൽ അത് ഞാൻ സ്വീകരിക്കുകയും ചെയ്യും. അവിടെ വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തി അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? എന്താണ് മുഹമ്മദ് താങ്കൾക്ക് വേണ്ടത്? ആദ്യമായി അല്ലാഹു പ്രവാചകന്റെ പേര് വിളിക്കാൻ എന്താണ് വേണ്ടത്? അവിടെ നബി പറയുന്ന വാക്കെന്താ അറിയോ? ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ രക്ഷപ്പെടുത്തേണമേ, ഈ മനുഷ്യരെ മുഴുവൻ നീ വിചാരണക്കെടുക്കണമേ. പ്രവാചകന്റെ ശുപാർശ കൊണ്ടാണ് വിചാരണ തുടങ്ങുന്നത്. പ്രവാചകന്റെ ശുപാർശ കൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പ്രഖ്യാപിച്ചത്. എന്തെന്നറിയോ? ഫമൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, തൗഹീദിന്റെ ഈമാനിന്റെ ഒരു കടുകുമണി ഹൃദയത്തിലുള്ളവനെ അല്ലാഹു ശാശ്വതമായി നരകത്തിലിടുകയില്ല, അവന്റെ ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് അല്ലാഹ് തീരുമാനിച്ചത് പ്രവാചകന്റെ അശ്ശഫാഅത്തുൽ ഉളുമ, ലോകത്തേറ്റവും പവിത്രമായ ശുപാർശയുടെ ഫലമായിട്ടാണ്. വിചാരണ തുടങ്ങുന്നത്, ആളുകളെ വേർതിരിക്കാൻ ആരംഭിക്കുന്നത്, സ്വർഗനരകങ്ങളുടെ മാനദണ്ഡങ്ങൾ അല്ലാഹ് തീരുമാനിക്കുന്നത്, നരകവാസികളെ ശാശ്വതമാക്കാത്തത് പടച്ചോൻ തീരുമാനിക്കുന്നത്, ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു കൊടുത്ത് ചിലരെയെല്ലാം സ്വർഗത്തിലേക്കാക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത ഫളിന്റെ ഭാഗമായി നടത്തുന്ന അശ്ശഫാഅത്തുൽ ഉളുമയാണ്. ഇത് അല്ലാഹു പ്രവാചകന് കൊടുത്തതാണ്. ഇത് പരലോകത്ത് വെച്ച് പ്രവാചകൻ അള്ളാഹുവിന്റെ മുന്നിൽ താണുകേണ് അള്ളാഹുവിനോട് യാചിക്കുന്ന രംഗം നമ്മൾക്ക് പറഞ്ഞത് പ്രവാചകൻ അത്രമേൽ ശ്രേഷ്ഠനാണ് എന്നതുകൊണ്ടാണ്. സഹോദരങ്ങളെ, ലോകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾക്കൊന്ന് സ്വർഗത്തിൽ പോകണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ഈ ദുനിയാവിലെ കഷ്ടതകളും ഈ ദുനിയാവിലെ പ്രയാസങ്ങളും കുത്തുവാക്കൾ കേട്ടാലും പടച്ചോനെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എന്നാലും നീ സ്വർഗം നൽകണം. നരകം സഹിക്കാൻ വയ്യ എങ്കിൽ അവിടെയും അള്ളാഹു പ്രവാചകനെ ആദരിച്ച രംഗെന്തറിയോ? അന അക്സറുൽ അംബിയാ തബിഅൻ യൗമൽ ഖിയാമ വഅന അവ്വലു മൻ യഖ്റഉ ബാബുൽ ജന്ന. സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി മുട്ടാൻ അല്ലാഹു അനുവാദം നൽകുന്നതും ആ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കാൻ അല്ലാഹു അനുവാദം നൽകുന്നതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരിക്കും. വളരെ മനോഹരമാണ് നബിയെ പറഞ്ഞ വാക്ക്. അല്ലാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തതാണ്. നബി പറയാൻ, വിചാരണ കഴിഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നു. ഫയഖൂലു അൽ ഖാസിൻ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ഞാനതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചോദിക്കും, മൻ അൻത്, ആരാണ് താങ്കൾ? മുഹമ്മദ് നബി പറയാൻ, സ്വർഗത്തിലെ കവാടം ഞാൻ മുട്ടുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്ക് എന്നോട് ചോദിക്കും, മൻ അൻത്, ആരാണ് താങ്കൾ? ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ഫയഖൂൽ, സ്വർഗത്തിന്റെ കാവൽക്കാരനായി അല്ലാഹു നിശ്ചയിച്ച മലക്ക് പറയും, ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, ഞാൻ താങ്കൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. താങ്കളുടെ മുമ്പായി സ്വർഗത്തിന്റെ കവാടം മറ്റൊരാൾക്കും തുറന്നു കൊടുക്കരുത് എന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ കവാടം ആദ്യമായി മുട്ടുകയും ആ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുകയും ചെയ്യുവാൻ അല്ലാഹു അനുവാദം കൊടുത്ത
ശ്രേഷ്ഠത കൊടുത്ത ലോകത്തെ ഏറ്റവും ഖൈറുൽ ബശർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് പ്രവാചകനെ നമ്മൾക്ക് അല്ലാഹ് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മൾക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണം. ഒറ്റ വാക്കുകൂടി പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരലോകത്ത് അള്ളാഹു ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തമായ ദറജകൾ കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അള്ളാഹു നൽകുന്ന മഹനീയമായൊരു ശ്രേഷ്ഠതയുണ്ട്. അതെന്താണ്? ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. കൗസർ എനിക്കാണ് അള്ളാഹു നൽകിയത്. അഥവാ ഇന്നി ഫറത്തുക്കും അലൽ ഹൗദ്, ഹൗദിൽ കൗസറിന്റെ വക്കത്ത് ഞാനിരിക്കും. മൻ മർറ അലയ്യ ശുരിബ, ആർക്കാണോ എന്റെ അടുക്കലേക്ക് വന്ന് ഹൗദിൽ കൗസറിലെ വെള്ളം കുടിക്കാൻ തൗഫീഖ് കിട്ടുന്നത്, വമൻ ശരിബ ലം യദ്മ അബദൻ, ആ വെള്ളം കുടിക്കുന്നതോടുകൂടി അവനിനി ദാഹമില്ല, അവന് സ്വർഗമുറപ്പായി. ഹൗദിൽ കൗസറിലെ വെള്ളം കൊടുക്കാൻ സത്യവിശ്വാസികളായി സ്വർഗവാസികളായി പ്രവേശിക്കുന്ന ആളുകൾക്ക് ആ വെള്ളം കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച ലോകത്തെ അഷ്റഫുൽ ഖൽഖാണ് നമ്മുടെ നബി എന്നും ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ എന്നും ആ പ്രവാചകനെ നമ്മളെക്കാളധികം സ്നേഹിക്കണമെന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഉപ്പയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, നമ്മുടെ ഉമ്മയെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, നമ്മുടെ ജേഷ്ഠനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, ഇല്ലാത്ത ആരോപണം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അവനോട് തിരിച്ചു വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ, നീ അങ്ങനെ പറയരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളെക്കാൾ അപ്പുറം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ നബിയെ ഒരാൾ കുറ്റം പറയുന്നുവെങ്കിൽ, ആക്ഷേപിക്കുന്നുവെങ്കിൽ, അയാൾ അപമാനിക്കുന്നുവെങ്കിൽ, അങ്ങനെ പറയരുത് സഹോദര എന്നെങ്കിലും പറയാൻ കഴിയുന്നൊരു ഈമാൻ നമ്മൾക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.